Hi all, welcome back to next video lecture from the topic Engineering Mechanics. Today we are discussing the basic concepts of forces in space. ഓക്കെ, ഇപ്പോൾ ഈ ഫോഴ്സസ് ഇൻ സ്പേസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ഇപ്പോൾ ഈ ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്കൊരു എസ്എ ക്വസ്റ്റ്യൻ ഒരു 14 മാർക്കോളും അതുപോലെ തന്നെ എ പാർട്ടിൽ ഒരു 3 മാർക്കോളം ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നിങ്ങൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഫോഴ്സസ് ഇൻ സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി വെക്ടർ കാൽക്കുലസിനകത്ത്, മാത്തമാറ്റിക്സിനകത്തൊക്കെ മറ്റോ ഫിസിക്സിലും ഒക്കെ പറ്റോ പഠിക്കുന്ന കാര്യങ്ങളാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. ഒരിക്കലും ഈ ടോപ്പിക്ക് സ്കിപ്പ് ചെയ്ത് പഠിക്കരുത്. 3 മാർക്കോളം നിങ്ങൾക്ക് എ പാർട്ടിലും അതുപോലെ തന്നെ എസ് ഐ പാർട്ടിലാണ് നിങ്ങൾക്ക് ഒരു 10-14 മാർക്കോളം നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ. ഓക്കെ, അപ്പം ടുഡേ വി ആർ ഡിസ്കസിങ് ദി ബേസിക് കൺസെപ്റ്റ് ഓഫ് ഫോഴ്സസ് ഇൻ സ്പേസ്. അപ്പോൾ ഫോഴ്സസ് ഇൻ സ്പേസ് എന്തുവാന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പേ നമ്മൾ ഓൾറെഡി ഫോഴ്സിനെ നമ്മളൊരു 2 ഡയമെൻഷണൽ റീജിയനിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ പഠിച്ചായിരുന്നു അല്ലേ. അപ്പം റെസൊല്യൂഷനും കോമ്പോസിഷനും അതുപോലെ തന്നെ ഇക്വിലിബ്രിയന്റും അങ്ങനെയുള്ള കാര്യം, റിസൾട്ടന്റ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് മൊഡ്യൂളിൽ അല്ലയോ. ഓക്കെ, അപ്പം ആക്ച്വലി വാട്ട് ഈസ് റെസൊല്യൂഷൻ? ദാറ്റ് ഈസ് സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് എ ഫോഴ്സ് ഇൻറ്റു ഇറ്റ്സ് കോമ്പോണന്റ് ഈസ് നോൺ ആസ് റിസോൾവിംഗ് ഓഫ് ഫോഴ്സസ് ഓർ റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സസ് അല്ലേ. ഒരു ഫോഴ്സിനെ അതിൻ്റെ കോമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണെന്ന് പറഞ്ഞിരിക്കുന്നത് റെസൊല്യൂഷൻ ഓഫ് എ ഫോഴ്സ് ഓർ റിസോൾവിങ് എ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മെയിൻ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മളത് റിസോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കുന്നുണ്ട്, അതിനെ നമ്മൾ 2 കോമ്പോണൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്ത്, കോമ്പോണന്റ് അലോങ് എക്സ് ഡയറക്ഷൻ ആൻഡ് കോമ്പോണന്റ് അലോങ് വൈ ഡയറക്ഷൻ. ദാറ്റ് ഈസ് എഫ് എക്സ് ആൻഡ് എഫ് വൈ എന്നായിരുന്നു. ദാറ്റ് ഈസ് എ 2 ഡയമെൻഷണൽ റീജിയൻ ആയിരുന്നു അല്ലേ. ദാറ്റ് ഈസ് റെപ്രസെന്റേഷൻ ഓഫ് എ ഫോഴ്സ് ഇൻ എ 2 ഡയമെൻഷണൽ റീജിയൻ ആയിരുന്നു ഓൾറെഡി നമ്മൾ പഠിച്ചേക്കുന്നത്. അതിന് പകരം അഡീഷണൽ ആയിട്ട് ഒരു ആക്സിസും കൂടെ വരും. പറഞ്ഞിരിക്കുന്നത് ദാറ്റ് ഈസ് ഇസഡ് ആക്സിസ്. അപ്പോൾ ഇവിടെ കോമ്പോണന്റ് ഓഫ് എ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എഫ് എക്സ്, എഫ് വൈ ആൻഡ് എഫ് ഇസഡ് വാല്യൂസ് എല്ലാം ഉണ്ടാവും എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ആദ്യം ചെയ്യാന്ന് വെച്ചാൽ ഈ 2 ഡയമെൻഷനായിട്ട് ഫോഴ്സിനെ എങ്ങനെയായിരുന്നു നമ്മൾ റെപ്രസെന്റ് ചെയ്ത് പഠിച്ചതെന്ന് നമുക്ക് ആദ്യം അത് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 3 ഡയമെൻഷണൽ റീജിയനിലോട്ട് മൂവ് ചെയ്യാം. ഓക്കെ, ഒരു ഫോഴ്സിനെ എങ്ങനെയാണ് 2 ഡയമെൻഷണൽ പ്ലെയിനിൽ റെപ്രസെന്റ് ചെയ്യുന്നത് നമുക്ക് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാം. അത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. കൺസിഡർ ആൻ ഇൻക്ലൈൻഡ് ഫോഴ്സ് എഫ്, ദാറ്റ് ഈസ് കൺസിഡർ ആൻ ഇൻക്ലൈൻഡ് ഫോഴ്സ് ഹാവിംഗ് മാഗ്നിറ്റ്യൂഡ് എഫ് which makes an angle theta with the horizontal. Okay, then we can resolve this force into 2 components, that is fx, that is component of the force along x direction, and fy, that is the component of the force along y direction. Component of the force along x direction and component of the force along y direction. That is fx is equal to f cos theta x and fy is equal to f cos theta, f sin theta y, f sin theta y. ഈ തീറ്റ വരുമ്പോൾ വാല്യൂ ഈ കോസും സൈനും വരുന്നതിൻ്റെ അകത്ത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്കൊരു ചെറിയൊരു ട്രിക്ക് ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് എന്ന് പറയുന്ന വാല്യൂ, കോസ് എന്ന് പറയുന്ന വാല്യൂ എപ്പോഴും ക്ലോസ് ആയിട്ടുള്ള സൈഡായിരിക്കും. എന്തിൻ്റെ ക്ലോസ് ആയിട്ടുള്ള സൈഡ്? തീറ്റയ്ക്ക് അടുത്ത് കിടക്കുന്ന സൈഡായിരിക്കും. നോക്കിക്കേ, തീറ്റയ്ക്ക് അടുത്ത് കിടക്കുന്ന സൈഡ് ഇതല്ലയോ, ഇത് ദൂരെയല്ലേ കിടക്കുന്നത്. അപ്പോൾ തീറ്റയ്ക്ക് അടുത്ത് കിടക്കുന്ന സൈഡ് ഇതായത് കാരണം ഈ കോമ്പോണന്റ് കോസ്. അപ്പോൾ തീറ്റയ്ക്ക് ദൂരെ കിടക്കുന്ന സൈഡ് ഇതല്ലയോ, അതുകൊണ്ട് ഈ കോമ്പോണന്റ് വരുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു സൈന. ഓക്കെ, സിമിലർലി ഇപ്പം ഞാൻ അടുത്ത ഒരെണ്ണം കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് വിച്ച് മേക്സ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദി വെർട്ടിക്കൽ, Again we can resolve this component along x direction, that is equal to fx, that is y direction, that is equal to fy. ഓക്കെ, ഇവിടെ ആക്ച്വലി തീറ്റയുടെ അഡ്ജസന്റ് സൈഡ് ഏതാ? തീറ്റയുടെ ക്ലോസ് ആയിട്ടുള്ള സൈഡ്, അടുത്ത് കിടക്കുന്ന സൈഡ് ഏതാ? തീറ്റയ്ക്ക് അടുത്ത് കിടക്കുന്ന y അല്ലേ. therefore fy is equal to f cos theta y. ഓക്കെ, സിമിലർലി fx is equal to f, ഇത് തീറ്റയ്ക്ക് ദൂരെ കിടക്കുന്ന സൈഡ് അല്ലേ, അതുകൊണ്ട് ഇത് f sin theta y. ഇത് y ആക്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആയതുകൊണ്ടാണ് ഞാൻ ഇതിനെ തീറ്റ വൈ എന്നും, എക്സ് ആക്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആയതുകൊണ്ട് ഇതിനെ ഞാൻ തീറ്റ എക്സ് എന്ന് ഞാൻ റെപ്രസെന്റ് ചെയ്ത്. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? വളരെ സിമ്പിൾ കൺസെപ്റ്റാണ്. ഇത് ഓൾറെഡി നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത് രണ്ടും കൂടെ ഒന്ന് ക്ലബ് ചെയ്ത് ഒന്ന് എഴുതട്ടെ. ഇതാ നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടോട്ട് വരയ്ക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് വിച്ച് മേക്സ് ആൻ ആംഗിൾ theta x with the horizontal
and theta y with the vertical. Theta x with the horizontal and theta y with the vertical. That is, this is the component of the force along x direction. This is the component of the force along y direction. This is a component of the force along x direction and this is a component of the force along y direction. That is fx is equal to, നോക്കിക്കേ, x ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ അല്ലേ, അപ്പോൾ തീറ്റ എക്സിന്റെ അഡ്ജസന്റ് സൈഡ് അല്ലേ എക്സ് എന്ന് പറയുന്നത്, അപ്പോൾ എന്ത് വരും, fx is equal to f cos theta x. സിമിലർലി നോക്കിക്കേ, ഇവിടെ ഞാൻ റെപ്രസെന്റ് ചെയ്തേക്കുന്നതോ തീറ്റ വൈ എന്നാണ് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം, എഫ് കോസ് തീറ്റ വൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് കോമ്പണന്റും ഞാൻ എന്തിന്റെ ടൈമിലാണ് റെപ്രസെന്റ് ചെയ്തത്, കോസിന്റെ ടൈമിലാണ് റെപ്രസെന്റ് ചെയ്തത്. ഒന്നുമില്ല, ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് ഇവിടെ എഴുതിയേക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി, നമുക്ക് അഡ്ജസന്റ് സൈഡ്, തീറ്റയുടെ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, കോസ് ആയിരിക്കും. അതാ പറഞ്ഞത്, കോസ് എന്ന് പറയുന്നത് എപ്പോഴും ക്ലോസ് ആയിട്ടുള്ള സൈഡ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞേക്കുന്നത്? ഓക്കെ, അപ്പൊ നമുക്കിതൊന്നും അല്ല വേണ്ട, നമുക്ക് വേണ്ട കൺസെപ്റ്റ് എന്തുവാ, ദാറ്റ് ഈസ് ഫോഴ്സ് ഇൻ സ്പേസ് ആണ്. അപ്പൊ ഫോഴ്സ് ഇൻ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താ, പേര് പോലെ തന്നെ ഫോഴ്സ് ഇൻ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആക്ച്വലി മീൻ ചെയ്യുന്നത്, ദാറ്റ് ഈസ് റെപ്രസെന്റേഷൻ ഓഫ് എ ഫോഴ്സ് ഇൻ എ 2 ഡയമെൻഷൻ ആണോ, അല്ല, സ്പേസ് എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഏത് റീജിയനാണ് വരുന്നത്, 3 ഡയമെൻഷണൽ റീജിയൻ. ദാറ്റ് ഈസ് റെപ്രസെന്റേഷൻ ഓഫ് എ ഫോഴ്സ് ഇൻ എ 3 ഡയമെൻഷണൽ റീജിയൻ ഈസ് സിംപ്ലി നോൺ ആസ് ഫോഴ്സ് ഇൻ സ്പേസ്. Then what is the definition of force in space? That is a representation of a force in a 3-dimensional region is known as force in space. Okay, that is a representation of a force in a 3-dimensional region is known as force in space. The representation of a force in a 3-dimensional region is known as force in space. Okay, then what is it? But topic in the parent, that is force in space. Representation of a force in a 3-dimensional region is known as force in space. Okay. Okay. Consider a 3-dimensional region x-axis, let it be y-axis, be z-axis. Represent a force which is starting from O and end towards the point A. Which having magnitude that is equal to F. Which having magnitude F. Okay, consider a force which is starting from point O, that is starting from origin O and end towards point A. Okay. Okay. Let dx be the distance along x direction, dy be the distance along y direction, and dz be the distance along z direction. That is, dx, dy and dz be the distance along x, y and z direction. Let that is force F which makes an angle theta with the horizontal. അപ്പോൾ ഈ ഫോഴ്സ് എക്സ് ആക്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. എക്സ് ആക്സുമായിട്ട് മേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ തീറ്റ എന്നാണോ എഴുതിയത്, അല്ല, തീറ്റ എക്സ് എന്നാണ് എഴുതിയത് അല്ലേ. സിമിലർലി വൈ ആക്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എഫ്, വൈ ആക്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ദാറ്റ് ഈസ് ഈക്വൽ ടു തീറ്റ വൈ. ഓക്കെ, സിമിലർലി എഫ് ഇസഡ് ആക്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ദാറ്റ് ഈസ് ഈക്വൽ ടു തീറ്റ ഇസഡ്. Okay, that is theta x, theta y and theta z are the angle made by the force F with x, y and z direction.
x, y and z direction. Then what is the component of the force along x direction? That is fx. That is fx is equal to f cos theta x. Fy is equal to f cos theta y. And fz is equal to f cos theta z. ഇതെല്ലാം എന്തിൻ്റെ ടൈമിലാണ് വന്നത്? കോസിൻ്റെ ടൈമിലാണ് വന്നത്. റീസൺ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? എല്ലാ ആക്സും ഞാൻ എന്താ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്? ഫസ്റ്റ് വൺ x axis theta x, y axis theta y and z axis theta z അല്ലേ? ദെൻ എഫ് ആണെങ്കിൽ ഈ കോമ്പൗണ്ട് വരും എഫ് കോസ്, അഡ്ജസ്റ്റന്റ് സൈഡ് എന്ന് പറയുന്നത് ഏതാ? ഈ സൈഡ് തീറ്റ വൈയുടെ, ദെർഫോർ എഫ് കോസ് തീറ്റ വൈ, സിമിലർലി എഫ് കോസ് തീറ്റ z എന്ന് വെച്ചാൽ എല്ലാം നമുക്ക് കോസിന്റെ ടൈമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ചെയ്തത്. പ്രോബ്ലം കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഞാൻ ചൂസ് ചെയ്തത്. ലെറ്റ് എഫ് എക്സ്, എഫ് വൈ ആൻഡ് എഫ് ഇസഡ് ആർ ദി കോമ്പണന്റ് ഓഫ് ദി ഫോഴ്സ് അലോങ് എക്സ്, വൈ ആൻഡ് ഇസഡ് ഡയറക്ഷൻ. Theta x, theta y and theta z are the angle made by the force with x, y and z direction. That is fx, fy and fz are the component of the force along x, y and z direction, and theta x, theta y and theta z are the angle made by the force f with x, y and z direction. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇതിനെ ഒരു ഫോഴ്സ് വെക്ടർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. പണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ള അല്ലേ? ഇപ്പോൾ ഫോഴ്സ് വെക്ടർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ എനിക്ക് യൂണിറ്റ് വെക്ടർ വേണം. അപ്പം ഐ ക്യാപ്, ജെ ക്യാപ്, കെ ക്യാപ് എന്നൊക്കെ ടൈം നേരത്തെ കേട്ടിട്ടില്ലേ? ദെൻ ഐ ക്യാപ് എന്തുവാ? ദാറ്റ് ഈസ് യൂണിറ്റ് വെക്ടർ അലോങ് എക്സ് ഡയറക്ഷൻ അല്ലേ? ജെ ക്യാപ് എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടർ അലോങ് വൈ ഡയറക്ഷൻ, കെ ക്യാപ് ഈസ് യൂണിറ്റ് വെക്ടർ അലോങ് ഇസഡ് ഡയറക്ഷൻ. ദാറ്റ് ഈസ് നെക്സ്റ്റ് വൺ, റെപ്രസെന്റേഷൻ ഓഫ് എ ഫോഴ്സ് ആസ് എ വെക്ടർ. Representation of a force as a vector. Representation of a force as a vector. That is, vector F is equal to fxi plus fyj plus fzk. Let I, j, k be the unit vector along x, y and z. ഇതോടത്ത് നിങ്ങൾ വെക്ടർ കാൽക്കുലസിലൊക്കെ പഠിച്ചിട്ടുള്ള ടൈം അല്ലേ? വെക്ടർ എഫ് ഫിസിക്കലി എഫ് എക്സ് ഐ പ്ലസ് എഫ് വൈ ജെ പ്ലസ് എഫ് ഇസഡ്. അപ്പോൾ ഇതിനകത്ത് ജനറലി വരുന്ന പ്രോബ്ലം രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഫോഴ്സ് സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ മൊമെന്റിന്റെ വാല്യൂ വരുന്നുണ്ട്. രണ്ട് ടോപ്പിക്കായിട്ടാണ് ഈ ചാപ്റ്റർ വന്നിരിക്കുന്നത്. ഇതിനകത്ത് വളരെ സിമ്പിൾ ആണ്. ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായിരിക്കും ഒരു ഫോഴ്സോ ഒന്നിൽ കൂടുതലോ ഫോഴ്സസ് ഉണ്ടാവും, അതിന്റെ എല്ലാം കോമ്പണൻസ് കണ്ടുപിടിക്കാനായിരിക്കും പറയുന്നത്. ദെൻ വി ഹാവ് ടു റെപ്രസെന്റ് ഇറ്റ് ആസ് എ ഫോഴ്സ് വെക്ടർ. ഫോഴ്സ് വെക്ടർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറയും. ഓക്കെ, ഫോഴ്സ് വെക്ടർ ആദ്യം എഫ് എക്സ് കണ്ടുപിടിക്കുക, എഫ് ഐ എഫ് ഇസഡ് വാല്യൂസ് എല്ലാം ഫൈൻഡ് ഔട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? വെക്ടർ എഫ് ഫിസിക്കൽ ടു ആൾജിബ്രായിക് സം വാല്യൂ എല്ലാം കൺസിഡർ ചെയ്ത് ആഡ് ചെയ്ത് വെക്കുക ചെയ്യാം. ദാറ്റ് ഇസ് വെക്ടർ എഫ് ഫിസിക്കൽ എഫ് എക്സ് ഐ പ്ലസ് എഫ് ഐ ജെ പ്ലസ് എഫ് ഇസഡ് കെ. വാട്ട് ഇസ് ദ വാല്യൂ ഓർ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എഫ്? ദാറ്റ് ഇസ് വെക്ടർ എഫ് ഈസ് ഈക്വൽ ടു, എങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്? ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എഫ് എക്സ് സ്ക്വയർ പ്ലസ് എഫ് വൈ സ്ക്വയർ പ്ലസ് എഫ് ഇസഡ് സ്ക്വയർ. ഇങ്ങനെയല്ലേ ഇത് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്നത്? That is magnitude, that is modulus of vector f is equal to square root of fx square plus fy square plus fz square ആണ് ആക്ച്വലി വാല്യൂ വരിക. ഓക്കെ, ഇതാണ് ആക്ച്വലി നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു ടൈം എന്ന് പറയുന്നത്. ഈ രണ്ട് ഇക്വേഷൻ നന്നായിട്ട് ഓർത്തിരിക്കുക, നമുക്കിത് വേണ്ടതാണ്. ഓക്കെ, ഇനി വേണ്ടതെന്ന് വെച്ചാൽ നോക്കി, എഫ് എക്സിന് സിമിലർ ആയിട്ട് നോക്കിയോണേ, എഫ് എക്സിന് സിമിലർ ആയിട്ടാണ് ഞാൻ എഫ് എക്സ് ഇസിക്കൽ ടു എഫ് കോസ് തീറ്റ എക്സ്, എഫ് ഐ ഇസിക്കൽ എഫ് കോസ് തീറ്റ വൈ, എഫ് ഇസഡ് ഇസിക്കൽ എഫ് കോസ് തീറ്റ എക്സ്. ഇതിന് ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ്, അതിന്റെ ഡെറിവേഷൻ ഒന്നും നമുക്ക് ആവശ്യമില്ല. പക്ഷെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടത്തില്ല. ഓക്കെ, ദാറ്റ് ഈസ് എഫ് എക്സ്. നോക്കിക്കേ, ഇവിടുന്ന് ഓ തൊട്ട് ഡി വരെ, ഓ തൊട്ട് എ വരെ ആക്ച്വലി ഫോഴ്സ് എഫ് അല്ലേ? ആ ഡിസ്റ്റൻസ് ഞാൻ ഡി ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ഫ്രം ഒ ടു എ ഈസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ ഡി ആണ്. അപ്പൊ ഡി ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളും തീറ്റ എക്സ് ആ, എഫ് ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളും എന്തുവാ? തീറ്റ എക്സ് ആ. ഓക്കെ, എഫ് ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളും തീറ്റ എക്സ് ആണ്, ഡി ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളും തീറ്റ എക്സ് ആണ്. എഫ് ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ എക്സ് ആൻഡ് ഹൊറിസോണ്ടൽ കോമ്പോണന്റ് എഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ ഡി ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുമ്പോൾ ഹൊറിസോണ്ടൽ കോമ്പോണന്റ് എന്തുവാ? ഡി എക്സ്. വളരെ സിമ്പിൾ അല്ലേ കൺസെപ്റ്റ്? എഫ് എക്സിന് പകരം എനിക്ക് എന്ത് എഴുതാം? ഡി ആയിട്ട്. അപ്പൊ എഫിന് പകരം ഞാൻ ഡി എന്ന് എഴുതി, ഡിസ്റ്റൻസ് എഴുതി. അപ്പൊ എഫ് എക്സിന് പകരം എനിക്ക് എന്ത് എഴുതാം? ഡി എക്സ്. ദാറ്റ് ഇസ് ഡി എക്സ് ഈസ് ഈക്വൽ ടു എഫ് കോസ് തീറ്റ എക്സിന് പകരം, എഫിന് പകരം എന്തോ എഴുതിയിരിക്കുന്ന ഡിസ്റ്റൻസ് ഡി ആണ്, ഡി കോസ് തീറ്റ എക്സ്. ഓക്കെ, ദെൻ ഡി വൈ ഈസ് ഈക്വൽ ടു ഡി കോസ് തീറ്റ വൈ ആൻഡ് ഡി ഇസഡ് ഈസ് ഈക്വൽ ടു ഡി കോസ് തീറ്റ ഇസഡ്. അനദർ ടൈം
ഇത് എന്തിന്റെ ടേബിളാ? ഡിസ്റ്റൻസിന്റെ ടേബിളാ. വേർ dx, dy and dz are the distance measured along x, y and z direction. അപ്പൊ ഇമ്പോർട്ടന്റ് കൺസെപ്റ്റാ. fx, fy and fz are the component of the force along x, y and z direction. Theta x, theta y and theta z are the angle made by the force with x, y and z direction. And next time, dx, dy and dz are the distance measured along x, y and z direction. Distance measured along x, y and z direction. Okay. Distance measured along x, y and z direction. Suppose ഈ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ഒറിജിൻ നമുക്കറിയാം 0, 0 എന്നറിയാം. സപ്പോസ് അത് പോയിന്റ് 1 ആണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഒറിജിന്റെ കോർഡിനേറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു x1, y1, z1 ഒറിജിന്റെ കോർഡിനേറ്റ് വരിക അല്ലേ. സിമിലർലി എയിലാണ് എൻഡ് ചെയ്യുന്നത്. അതിന്റെ കോർഡിനേറ്റ് സപ്പോസ് x2, y2, z2. സ്റ്റാർട്ടിംഗ് പോയിന്റ് 1 ആയിട്ടും ഫൈനൽ പോയിന്റ് എന്തായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്തേക്കുന്നത്? 2 ആയിട്ടാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഡി എക്സ് എന്ന് പറയുന്ന വാല്യൂ എന്തുവാ? ഡി എക്സ് സ്റ്റാർട്ട് ചെയ്യുന്ന 1 എൻഡ് ചെയ്യുന്ന 2 അല്ലേ. സ്റ്റാർട്ട് ചെയ്യുന്ന 1 എൻഡ് ചെയ്യുന്ന 2 ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് അല്ലേ. എവിടുന്ന് എവിടെ വരെ? O തൊട്ട് A വരെയുള്ള ഡിഫറൻസാണ്. അങ്ങനെയാണെങ്കിൽ എന്തുമായിരിക്കും? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? ദാറ്റ് ഈസ് x2 മൈനസ് x1. ഫൈനൽ പോയിന്റ് മൈനസ് ഇനിഷ്യൽ പോയിന്റ് അല്ലെ. അതങ്ങനല്ലേ ദൂരം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നേ. വളരെ സിമ്പിൾ അല്ലേ. dy ഈസിക്കൽ അപ്പൊ സിമിലർലി എങ്ങനെ വരും? y2 മൈനസ് y1. dz എങ്ങനെ വരും? ദാറ്റ് ഈസ് z2 മൈനസ് z1. അങ്ങനെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഈ ഡിസ്റ്റൻസ്. അപ്പൊ ക്വസ്റ്റ്യൻ്റെ അകത്ത് കോർഡിനേറ്റ്സ് വാല്യൂസ് തരും. ആ കോർഡിനേറ്റ്സിന്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഡിസ്റ്റൻസ് കിട്ടും. ഡിസ്റ്റൻസ് അലോങ് എക്സ് ഡയറക്ഷൻ, ഡിസ്റ്റൻസ് അലോങ് വൈ ഡയറക്ഷൻ, ഡിസ്റ്റൻസ് അലോങ് ഇസഡ് ഡയറക്ഷൻ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യാം. നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള d is equal to square root of x2 minus x1 the whole square plus y2 minus y1 the whole square plus z2 minus z1 the whole square. Okay, z2 minus z1 the whole square. The square root of മൊത്തത്തിലാണ് x2 minus x1 the whole square plus y2 minus y1 the whole square plus z2 minus z1 the whole square. That is d യുടെ വാല്യൂ എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഈ x2 minus x1 ന് പകരം എന്ത് എഴുതാം? dx എന്ന് എഴുതി കൂടായോ? Then d is equal to square root of dx എന്ന് എഴുതാം അല്ലേ. അപ്പോൾ dx square plus dy square plus dz square ഇങ്ങനെ എഴുതാം ഈ ഫോമിൽ. ഓക്കെ. ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി വൈ സ്ക്വയർ പ്ലസ് ഡി സെഡ് സ്ക്വയർ എന്ന് വാല്യൂ എഴുതാം. ഓക്കെ. ഇപ്പം ഞാൻ ഒന്നുകൂടെ പറയാം. ദാറ്റ് ഈസ് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ നമുക്ക് ജനറലി ഇതിനകത്ത് വരുന്ന പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റിനകത്ത് ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഫോഴ്സസ് തരും. ഒന്നിൽ കൂടുതൽ ഫോഴ്സ് തന്നിട്ട് ആ ഫോഴ്സിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ പറയും. അല്ലെങ്കിൽ റെപ്രസെന്റ് ഇറ്റ് ആസ് എ ഫോഴ്സ് വെക്ടർ എന്ന് പറയും. അല്ലെങ്കിൽ അതിന്റെ കോമ്പോണൻസ് കണ്ടുപിടിക്കാൻ പറയും. ഈ ജനറൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് നമുക്ക് ഈ ടോപ്പിക്കിന്റെ ഫസ്റ്റ് പാർട്ടിനകത്ത് വരിക. ഒന്നുകിൽ അവിടെ ഇതുപോലെ ഡയഗ്രം തരും, അല്ലെങ്കിൽ കോർഡിനേറ്റ്സ് ഡയറക്റ്റ് തരും. ഡയഗ്രം തരുവാണെങ്കിൽ നമ്മൾ ലോജിക്കലി ചിന്തിച്ചിട്ട് അതെങ്ങനെയാണ് ഡയഗ്രത്തിൽ നിന്ന് കോർഡിനേറ്റ്സ് ലൊക്കേറ്റ് ചെയ്യുന്നതെന്ന് മാത്രം അറിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കുക. ദറ്റ് ഈസ് റെപ്രസെന്റേഷൻ ഓഫ് ഫോഴ്സ് ഇൻ സ്പേസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫോഴ്സിന് എത്ര കോമ്പോണൻസ് ഉണ്ടാവും? 3 കോമ്പോണൻസ് ഉണ്ടാവും. ദറ്റ് ഈസ് കോമ്പോണന്റ് ഓഫ് ദ ഫോഴ്സ് അലോങ് എക്സ് ഡയറക്ഷൻ, കോമ്പോണന്റ് ഓഫ് ദ ഫോഴ്സ് അലോങ് വൈ ഡയറക്ഷൻ ആൻഡ് കോമ്പോണന്റ് ഓഫ് ദി ഫോഴ്സ് അലോങ് ഇസഡ് ഡയറക്ഷൻ. ദറ്റ് ഈസ് എഫ് എക്സ്, എഫ് വൈ ആൻഡ് എഫ് ഇസഡ്. Similarly, theta x, theta y and theta z are the angle made by the force with x, y and x ഉം y ഉം z ഉം ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ എക്സും തീറ്റ വൈയും തീറ്റ ഇസഡും. ഡി എക്സ്, ഡി വൈ, ഡി ഇസഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് അലോങ് എക്സ് ഡയറക്ഷനിലെയും വൈ ഡയറക്ഷനിലെയും ഇസഡ് ഡയറക്ഷനിലെയും ഡിസ്റ്റൻസ് ആണ്. ആ ഡിസ്റ്റൻസ് കിട്ടുന്ന എവിടുന്ന? കോർഡിനേറ്റ്സ് ക്വസ്റ്റിനകത്ത് വരും. ആ കോർഡിനേറ്റ്സിന്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഡി എക്സ് എന്ന് പറയുമ്പോൾ ഫൈനൽ പോയിന്റ് മൈനസ് ഇനിഷ്യൽ പോയിന്റ്, ഡി വൈ എന്ന് പറഞ്ഞാലും ഫൈനൽ പോയിന്റ് മൈനസ് ഇനിഷ്യൽ പോയിന്റ്, ഡി ഇസഡ് എന്ന് പറഞ്ഞാലും ഫൈനൽ പോയിന്റ് മൈനസ് ഇനിഷ്യൽ പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ഡിസ്റ്റൻസിന്റെ വാല്യൂ കിട്ടും. ഓക്കെ. ഡിസ്റ്റൻസിന്റെ വാല്യൂ എനിക്ക് കിട്ടും. അതുപോലെ ഡി എക്സ്, ഡി വൈ, ഡി സെഡ്, ഡി എക്സ്, ഡി വൈ, ഡി സെഡ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ എന്തുവാ? ഡിയുടെ വാല്യൂ എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി വൈ സ്ക്വയർ പ്ലസ് ഡി സെഡ് സ്ക്വയർ. ഇങ്ങനെയാണ് ആക്ച്വലി ഫോർമുല വരിക. ഓക്കെ. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഒരൊറ്റ ഫോർമുലയുണ്ട്. ആ ഫോർമുലയെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കംപ്ലീറ്റ് പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചെറിയൊരു ഡെറിവേഷൻ ഉണ്ട്. രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്തിട്ടൊക്കെ വാല്യൂ ചെയ്യുന്നത്. അതിൻ്റെ ഒന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ബേസിക് ഫോർമുല മാത്രം മതി. ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം കൂടെ പഠിക്കേണ്ട കാര്യമില്ല കേട്ടോ. നമ്മൾ എക്സാമിന് പാസ്സാകാൻ വേണ്ടിയാണ് നോക്കുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. നോക്കിക്കോണേ. എഫ് എക്സ് ഡിവൈഡ് ബൈ ഡി എക്സ് ഇതാ ഫോർമുല. ഓക്കെ. എഫ് എക്സ് എന്തുവാ? പോരട്ടെ. എഫ് എക്സ് എന്തുവാ? കോമ്പണന്റ് ഓഫ് ദി ഫോഴ്സ് അലോങ് എക്സ് ഡയറക്ഷൻ. ഡി എക്സ് എന്തുവാ? ഡിസ്റ്റൻസ് അലോങ് എക്സ് ഡയറക്ഷൻ. ഓക്കെ. വിച്ച് ഈസ് ഈക്വൽ ടു എഫ് എക്സ് അല്ല ഞാൻ എടുത്തേ. ഇനി അടുത്ത ടൈം എന്തുവാ? വൈ. അപ്പോൾ ഇവിടെ എന്ത് വരും? എഫ് വൈ ഡിവൈഡഡ് ബൈ, അപ്പോൾ വൈക്ക് കറസ്പോണ്ടിങ് ഡി വൈ. എഫ് വൈ ഡിവൈഡ് ബൈ ഡി വൈ is equal to fz divided by dz is equal to f divided by t. ഇതാ ബേസിക് ഇക്വേഷൻ. ഓക്കെ.
That is fx divided by dx is equal to fy divided by dy is equal to fz divided by dz is equal to f divided by d. Where fxും fyയും fz എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫോഴ്സിന്റെ x ഡയറക്ഷനിലെയും y ഡയറക്ഷനിലെയും z ഡയറക്ഷനിലെയും കോമ്പണൻസ് ആണ്. dx dy dz എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഡിസ്റ്റൻസ് എലോങ് എക്സ് വൈ ആൻഡ് ഇസഡ് ഡയറക്ഷനാണ്. കോർഡിനേറ്റ്സിന്റെ ഡിഫറൻസ് എടുത്താൽ എനിക്ക് ആ വാല്യൂ കിട്ടും. ഡി എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല സ്ക്വയർ റൂട്ട് ഓഫ് x2 minus x1 the whole square plus y2 minus y1 the whole square plus z2 minus z1 the whole square. ഫോഴ്സിന്റെ വാല്യൂ ക്വസ്റ്റിൻ്റെ അകത്ത് തരും, അല്ലെങ്കിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എഫിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഈ ബേസിക് ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ ഫോഴ്സസ് ഇൻ സ്പേസിന്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ ഇതാണ്. ഓക്കെ, ഇനി സെക്കൻഡ് ഫോർമുല എന്തൊക്കെയായിരുന്നു പറയാൻ? ദാറ്റ് ഈസ് എഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് കോസ് തീറ്റ എക്സ്, എഫ് വൈ ഈസ് ഈക്വൽ ടു എഫ് കോസ് തീറ്റ വൈ and fz is equal to f cos theta z. That is the component of the forces along x, y and z direction. Okay, next today. അപ്പോൾ നമ്മൾ എഫ് എക്സും എഫ് വൈയും എഫ് ഇസഡും കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ എന്ത് ചെയ്യണം? ഒരു ഫോഴ്സ് വെക്ടർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യണം. ദെൻ വെക്ടർ എഫ് ഈസ് ഈക്വൽ ടു എഫ് എക്സ് ഐ പ്ലസ് എഫ് വൈ ജെ പ്ലസ് എഫ് ഇസഡ് കെ. നെക്സ്റ്റ് ഫോർമുല വളരെ സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് ഫോർമുല, നെക്സ്റ്റ് വൺ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി മോഡുലസ് ഓഫ് വെക്ടർ എഫ്. ദാറ്റ് ഈസ് ഈക്വൽ ടു or magnitude that is equal to square root of fx square plus fy square plus fz square. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യുവാണെങ്കിൽ ഒരുപാട് വാല്യൂസ് അതിനകത്ത് കിടപ്പുണ്ടായിരിക്കും. നിങ്ങൾ അതൊന്നും നോക്കണ്ട, ഇത്രയും മാത്രം പഠിച്ചാൽ മതി. ഈ പറയുന്ന മെത്തേഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ ഏത് ബുക്കിലാണെങ്കിലും പ്രോബ്ലം നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്ത് മാറാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും ബേസിക് ആയിട്ടുള്ള ഫോർമുലാസ് ചെയ്താൽ മാത്രം മതി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി? പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ടേംസ് നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് ഈ വീഡിയോ കാണുക, കണ്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പ്രോബ്ലത്തിലോട്ട് മൂവ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോയ്ക്ക് അതൊരു 5-6 പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് 5-6 പ്രോബ്ലംസ് ഉണ്ടാവും. ആ 5-6 പ്രോബ്ലംസ് ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രം ടെക്സ്റ്റ് ബുക്കിലോട്ട് കയറുക. ടെക്സ്റ്റിലോട്ട് കയറി ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം എടുക്കുക. പഴയ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം എടുക്കുക, ക്വസ്റ്റ്യൻ മാത്രം എടുക്കുക. സൊല്യൂഷൻ ഞാൻ ഈ പറയുന്ന മെത്തേഡിൽ തന്നെ ചെയ്തു മാറുക. ഓക്കെ, വളരെ സിമ്പിളാണ് ടോപ്പിക്ക്.